എൻ്റെ അഭിപ്രായത്തിൽ നാട് കടത്തുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിൽ BBC-ക്കെതിരെ എടുത്തിരിക്കുന്ന നടപടി നേരത്തെ പറഞ്ഞതുപോലെ BBC-യുടെ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചതിന് ശേഷമാണ് 2023 ജനുവരിയിൽ പ്രസിദ്ധീകരിച്ച ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ എന്ന ഡോക്യുമെൻ്ററിയാണ് ഈ എതിർപ്പിൻ്റെ തുടക്കമാകുന്നത്. 2002 ഗുജറാത്ത് കലാപ കാലയളവിൽ മോദി നിസ്സംഗനായിരുന്നു എന്ന വ്യക്തമാക്കുന്ന ഒരുപാട് പ്രതികരണങ്ങൾ ചേർത്ത ഒരു ഡോക്യുമെൻ്ററി ആയിരുന്നു. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു. അത് കേന്ദ്ര സർക്കാർ നവമാധ്യമങ്ങളിൽ തന്നെ വിലക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് DYFI പോലുള്ള സംഘടനകൾ പലയിടത്തും ആ ഡോക്യുമെൻ്ററി പ്രദർശിപ്പിച്ചതെന്ന് നമുക്കറിയാം. BBC-യുടെ ഡൽഹിയിലെയും മുംബൈയിലെയും സ്ഥാപനങ്ങളിൽ IT റെയ്ഡ് തുടർച്ചയായി നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ BBC ഇന്ത്യയുടെ കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ മോദി കൂടിയായി തന്നെ അത് മനസ്സിലാക്കണം. കാരണം 2013 BBC-യെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒരു സ്ഥാപനം എന്ന രീതിയിൽ മോദി പുകഴ്ത്തിയിരുന്നതാണ്. അതിനുശേഷം മോദിക്കെതിരെ ഒരു ഡോക്യുമെൻ്ററി വന്നപ്പോഴാണ് തിരിച്ചുള്ള അഭിപ്രായം ഉണ്ടായിട്ടുള്ളത് നമ്മൾ കണ്ടതാണ്. ഇതിലിപ്പോൾ സാങ്കേതികമായ കാരണങ്ങളാണ് പറയുന്നത്. പുതിയ FDI നിയമപ്രകാരം ഡിജിറ്റൽ മീഡിയയ്ക്ക് നേരിട്ടുള്ള വിദേശ നിക്ഷേപ പരിധി 26% ആണ് എന്നുള്ളതാണ് ഒരു കാരണമായി പറയുന്നത്. പക്ഷേ മറ്റ് എല്ലാ കാര്യങ്ങളിലും വിദേശ നിക്ഷേപം എത്രയും അധികം കൂട്ടുക എന്നുള്ളൊരു തീരുമാനമാണ്. 100% വരെ ആക്കുന്നു എന്നിടത്താണ് ഈ മാധ്യമങ്ങളുടെ കാര്യത്തിൽ 26% ആക്കി ചുരുക്കുന്നത്. അപ്പോൾ BBC ഇന്ത്യയിൽ 99 ഷെയർ BBC-ക്കായിരുന്നു. ഈ പ്രതിസന്ധി മറികടക്കാനാണ് BBC രാജ്യം വിട്ടത് എന്ന് സാങ്കേതികമായി പറയാം. പക്ഷേ എന്തായാലും അതെല്ലാം ഇന്ന് നമ്മുടെ മുന്നിൽ ഉദാഹരണ സഹിതം കാരണങ്ങളുണ്ട്. ഇപ്പോൾ 4 മുൻ ജീവനക്കാരുടെ നേതൃത്വത്തിൽ കളക്റ്റീവ് ന്യൂസ് റൂം എന്ന രൂപത്തിൽ ഈ പുതിയ സ്ഥാപനം പ്രവർത്തിക്കുന്നു. അതിൽ 26% ഷെയർ എടുക്കാൻ വേണ്ടി BBC കേന്ദ്ര സർക്കാരിന് അപേക്ഷ നൽകി എന്ന വിവരങ്ങളുമുണ്ട്. ഇതിപ്പോൾ BBC-ക്കെതിരെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന അല്ലെങ്കിൽ നീക്കമുണ്ടാകുന്ന ഇത് ആദ്യമല്ല. യഥാർത്ഥത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ദിരാഗാന്ധിയും BBC-ക്കെതിരെ അങ്ങനെ സമാനമായ നിലപാടെടുത്തിട്ടുണ്ട്. അന്ന് കൊൽക്കത്ത, ഫാൻറ്റം ഇന്ത്യ എന്നീ ഡോക്യുമെൻ്ററികൾ കൊടുത്തതിനെ തുടർന്നാണ് അന്ന് നടപടിയെടുത്തിരുന്നത്. അന്ന് സെൻസർഷിപ്പിനോട് സഹകരിക്കാൻ BBC തയ്യാറായിരുന്നില്ല. അപ്പോൾ ഇടക്കാലത്ത് BBC-യുടെ പ്രവർത്തനം താൽക്കാലികമായി ഇന്ത്യയിൽ നിർത്തിവെച്ച ഒരു സമാനമായ സാഹചര്യം അടിയന്തരാവസ്ഥ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഓരോ വർഷവും മോദി ഭരണകാലത്ത് താഴേക്ക് പോവുകയാണ് രാജ്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അത് 161 സ്ഥാനത്താണ്. 150 നിന്നാണ് 161 സ്ഥാനത്തേക്ക് വളരെ പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നതെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ മാധ്യമ സ്വാതന്ത്ര്യം എത്രത്തോളം ഗുരുതരാവസ്ഥയിലാണ് എന്നതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ, പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരെ ജയിലിലാക്കുന്ന ഉദാഹരണങ്ങൾ, ഏറ്റവും ഒടുവിൽ പുർക്കാസ്തയുടെ കാര്യം, മുതിർന്ന മാധ്യമപ്രവർത്തകരാണ്, അദ്ദേഹത്തെ ജയിലിലാക്കിയ കാര്യമൊക്കെ നമുക്കറിയാം. UAP ആണ് ചുമത്തിയിട്ടുള്ളത്. അപ്പോൾ നൂറ്റാണ്ടായി ഒരുപാട് വിദേശ മാധ്യമപ്രവർത്തകരും ഇന്ത്യ വിട്ടുപോയിട്ടുണ്ട്. നൂറ്റാണ്ടോളം ഇവിടെ പ്രവർത്തിച്ച ഫ്രഞ്ച് മാധ്യമപ്രവർത്തക വെനോസ ഡഗ്നാക് ഇന്ത്യയിൽ നിന്ന് പോകുന്നു. മോദി കാലത്ത് ഇവിടെ മാധ്യമപ്രവർത്തനം സ്വന്തമായി നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോയിട്ടുള്ളത്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ദ വയറിന് എന്ന സ്ഥാപനത്തിനെതിരെ കേസെടുത്ത് നമ്മുടെ മുന്നിലുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾക്ക് കോവിഡ് കാലത്തെ പ്രവർത്തനങ്ങളെ വിമർശിച്ചതിന് ഭാരത് സമാചാർ എന്ന സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ പല ന്യൂസ് ക്ലിക്കിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരെ ഇവിടെ ഗോദി മീഡിയയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്ന രൂപത്തിലേക്ക് അത് പോകുന്നു. മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നാവാവുക എന്ന രൂപത്തിലേക്കൊരു വ്യാഖ്യാനം കൊണ്ടുവരാൻ ചില മാധ്യമപ്രവർത്തകർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ സർക്കാർ നൽകുന്ന എക്സ്ക്ലൂസീവ് വിവരങ്ങൾ എന്നുള്ള രൂപത്തിൽ സർക്കാരിൻ്റെ പ്രഖ്യാപനങ്ങൾ അത് നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ട് അതാണ് ബ്രേക്കിംഗ് വാർത്തയായി നൽകുന്നത്. അതൊക്കെ ഒരു പുതിയൊരു ശൈലി കൊണ്ടുവരികയും അതാണ് വിശ്വസിക്കേണ്ടതെന്നും ഇവിടെ പ്രതിപക്ഷം വേണ്ട എന്ന രൂപത്തിലുള്ള പ്രതികരണം നടത്തുകയും തീവ്രവാദികളിൽ നിന്ന് എതിർപ്പ് പറയുന്ന ന്യൂനപക്ഷങ്ങളെയൊക്കെ തീവ്രവാദികളായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്ന ഒരു അപകടകരമായ സാഹചര്യം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ മാധ്യമപ്രവർത്തനം അപകടത്തിൽ തന്നെയാണ്, നാടുകടത്തുകയാണ് രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ Meet the editors.